അയ്യോ ചോര വരുന്നല്ലേ. പോട്ടെ പോട്ടെ സാറ്. 5 ദിവസം നമ്മൾ റെസ്റ്റ് എടുക്കുമായിരുന്നു. പെട്ടു ചേട്ടാ. അവിടം വരെ വരത്തില്ല കേട്ടോ. ഇല്ല ഒരു ഒറ്റപ്പെടുത്തോ. ഇങ്ങേരെന്ത് കാണിക്കുന്നേ, വട്ടനാണ്. താങ്ക് യു. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ വ്യൂവേഴ്സും അറിയാൻ വേണ്ടി പറയാണ്. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ടോ നമ്മൾ ഡെലിവറി വ്ളോഗൊക്കെ ചെയ്തിട്ട്. ഇപ്പോൾ സമയം ഏകദേശം 1 മണിയായി. നമ്മളിപ്പോൾ കൊട്ടാരക്ക റെയിൽവേ സ്റ്റേഷനിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കട്ടോ. കൊട്ടാരക്ക സോണിലുള്ള അടുത്ത് വന്നിട്ടോ ഇൻഡിക്കേറ്റർ തിരിയാൻ. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഓർഡർ ഇവിടെ താവള റെസ്റ്റോറൻറ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സമയം കളയാൻ എന്തായാലും നമുക്ക് നേരെ ഓർഡർ പിക്ക് ചെയ്യാൻ പോവാം. മീൽസ് വെച്ച് വെയിൽ തുടങ്ങി. എത്ര നേരം ക്ലൗഡിയാലും വെയിലടിച്ചു തുടങ്ങി. ഉച്ചക്കൊക്കെ വർക്ക് ചെയ്യാൻ ഡെലിവറി ബോയ്സിന് സമ്മതിക്കണം കേട്ടോ, ഒരു രക്ഷയില്ല. നമ്മളിപ്പോൾ 4-5 ദിവസമായി എന്തായാലും വർക്ക് ചെയ്യാൻ ഇറങ്ങിയിട്ട്. എന്തായാലും അതൊക്കെ നമുക്ക് വഴിയെ പറയാം. പക്ഷേ ആ സമയത്തൊക്കെ നമ്മൾ ഫുഡ് ഇടയ്ക്ക് സ്വിഗ്ഗിയിൽ നിന്നൊക്കെ ഓർഡർ ചെയ്യാൻ കേട്ടോ, ഒരു രക്ഷയില്ല. ആ സമയത്തൊക്കെ വർക്ക് ചെയ്തവരെ സമ്മതിക്കണം. ഉച്ചയ്ക്ക് ഡെലിവറി ചെയ്യുന്ന ഫുഡിനെല്ലാം നമ്മൾ അത്യാവശ്യം ഈ കാലത്തെങ്കിലും ടിപ്പ് കൊടുക്കണം. കാരണം അത്ര കഷ്ടപ്പാടാണ് കേട്ടോ. ഒന്നാമധികം പൈസയൊന്നും കിട്ടത്തില്ല. ടിപ്പും കൊണ്ടെങ്കിൽ നമുക്ക് ഈ വെയിലത്തൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ആവത്തുള്ളൂ. ആരും നിർത്തി തരത്തൊന്നുമില്ല. ഒരാൾ നിർത്തിയാൽ അടുത്ത ആൾ കയറി വരും. പിന്നെ അങ്ങനെ നമുക്ക് കയറി പോകാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന കേട്ടോ കൊട്ടാരക്കര വെറ്റിനറി ക്ലിനിക്ക്. ഒരു പഴയ കൊച്ചു ബിൽഡിംഗ് ആണ്. സത്യം പറഞ്ഞാൽ ഇവിടെ അങ്ങ് ഇപ്പോൾ ആരും വരാറില്ല മൃഗങ്ങളെ കൊണ്ട്. മൃഗം അങ്ങനെ ഇവിടെ വന്നാൽ കയറുന്നത്. അടിപൊളി. അതുകൊണ്ട് നമുക്കൊരു അടുത്തൊരു ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ അറിയാതെ ഫസ്റ്റ് ഓർഡർ ഡെലിവേർഡ് മാർക്ക് ചെയ്തു. അതുകൊണ്ട് ആദ്യത്തെ ഓർഡർ ഉടനെ വന്ന് വിജയാസിലാണ് സെക്കൻഡ് ഓർഡർ കിട്ടിയേക്കുന്നത്. ചൂടായി തുടങ്ങി. വൈസർ ഇട്ടിട്ടുണ്ട്. എന്തായാലും വൈസർ ഇട്ടില്ലെങ്കിലേ നമ്മുടെ കണ്ണൊരു പരുവാകും.
ചേച്ചിയെ ഒരുപാട് സന്തോഷം കേട്ടോ ചേട്ടൻ പറഞ്ഞ നമ്മുടെ ഒരു ഫോളോവറാ ചേച്ചി ഇന്നോട്ടിരിക്കുന്നു. പോട്ടെ പോട്ടെ. സെറ്റ്. ഈ ഓർഡർ ചെറിയൊരു ഓർഡർ ആട്ടോ, 20 രൂപ ഓർഡറാണ്. മാത്രമല്ല 1 കിലോമീറ്റർ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് എന്തായാലും എനിക്ക് 2-3 ലോങ് ഓർഡർ കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. 3 മണി ഒരു 3:10 വരെയൊക്കെ നമ്മൾ വർക്ക് ചെയ്യത്തുള്ളൂ. അതായത് നമ്മൾ വീട്ടിൽ കയറും. 3 മണിക്ക് ശേഷം ഓർഡർ കുറവാണ് കേട്ടോ അവിടെ. ഇവിടെ ആണല്ലോ കാണിക്കുന്നത് മാരുതിയുടെ സർവീസ് സെൻ്ററാ. ഇവിടെ തന്നെ. ചേച്ചി ഫുഡ് ഓർഡർ ചെയ്തു. താങ്ക് യു. അടുത്തൊരു ഓർഡർ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. പലാറ്റിന് ഡബിളാണെന്ന് വെച്ചിട്ടാ. അടിപൊളി. പറഞ്ഞത്തിന് ടിപ്പുണ്ട്. 30 രൂപ സെറ്റ്. ഇതാ 2 ഓർഡർ ഞാൻ പിക്ക് ചെയ്തിട്ടുണ്ട്. സമയം ഇപ്പം ഒരു 10 മിനിറ്റ് ഡിലേ ഉണ്ടാകും കേട്ടോ. പാലാറ്റിന് നല്ല അത്യാവശ്യം ചില സമയത്തൊക്കെ നല്ല ഡിലേ കാണാറുണ്ട്. ഇതാണ്ട് ഒരു കോൾ വരുന്നുണ്ട്. പ്രശ്നം വെച്ചാൽ 2 ഓർഡർ ഉള്ളപ്പോൾ നമുക്ക് രണ്ടാമത്തെ കസ്റ്റമർ നോക്കിയിരിക്കും. ഹലോ, ആ പറഞ്ഞോ. ഓക്കെ. ആ ആ ആ ആ പറഞ്ഞോ പറഞ്ഞോ. ഞാൻ എന്താ ഇനിയൊരു അത് ഞാൻ ഇവിടെ തന്നെ ഇവിടെ ഈ റെസ്റ്റോറൻറ്റ് ഇപ്പം കിട്ടിയുള്ളൂ കേട്ടോ. ഇവിടെ ഡിലേ ആയിരുന്നു. ഞാൻ എന്താ അങ്ങോട്ട് വരും ഒരു 10-15 മിനിറ്റ് 12 മിനിറ്റ്. കൊട്ടാക്കരന്ന്. കൊട്ടാക്കര. ആ ശരി ശരി. കണ്ടോ, അതാ പറഞ്ഞ കസ്റ്റമർ പറഞ്ഞുണ്ടോ കുറേ സമയമായിട്ട് ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുന്നത്. പക്ഷെ അത് എഴുതി കാണിക്കും എന്നാലും. അത് മൂന്നാമത്തെ അല്ലയോ? രണ്ടാമത്തെ. ആ ആ ഓക്കെ ഓക്കെ. ആ ശരി ശരി. താങ്ക് യു. റെസ്റ്റോറൻറ്റിൽ ഡിലേ ആയിരുന്നു കേട്ടോ നല്ലതായിട്ട്. അവരങ്ങനെ ഉച്ചയ്ക്കൊക്കെ നല്ല ഡിലേ ആയിരിക്കും. പാലാറ്റിനോ അല്ലേ കൊട്ടാരം. താങ്ക് യു. ആ മുക്ക് പ്ലാന്റേഷൻ മുക്ക് ഇല്ലല്ലോ. മുളവനെയാണോ കുണ്ട്രയാണോ? അടൂരോ? ചേട്ടാ ഇത് കൊടുത്തേക്കുന്ന എഴുകോണോ കേട്ടോ. എഴുകോണോ കൊടുത്തേക്കുന്ന ലൊക്കേഷൻ. കുണ്ട്ര
അങ്ങോട്ട് വരത്തില്ല കേട്ടോ ചേട്ടാ, അവിടം വരെ വരത്തില്ല കേട്ടോ. ഇല്ല, അത് അത്രയും ദൂരം വരത്തില്ല കേട്ടോ. കാരണം അങ്ങനെ ഇതില്ല, ഓപ്ഷൻ ഇല്ല. അത് ഇവിടുന്ന് ഒരുപാട് ദൂരമുണ്ട് കേട്ടോ, അടുത്തല്ല. അതാ അത് ചേട്ടാ, കസ്റ്റമർ കെയർ എന്നിട്ടേ ഞാൻ കസ്റ്റമർ കെയർ കോണ്ടാക്ട് ചെയ്യാം ചേട്ടാ. ഞാൻ വിളിക്കാം. അത് ഓർഡർ ക്യാൻസൽ ചെയ്യണം കേട്ടോ. ചെറിയ ദൂരമാണേ വരായിരുന്നു. കാരണം ഇത്ര ഓപ്ഷൻ ഇല്ലേ. ഞാൻ വെച്ച് ഇത് കൊടുത്തേക്കുന്ന എഴുകോണ കേട്ടോ ഇങ്ങ് ഉള്ളില്. A few inches later. ഹായ്, നോക്കണ്ട കേട്ടോ, ഞാൻ തന്നെ. ഇതിപ്പോൾ നമ്മൾ 4-5 ദിവസം ഡെലിവറി വ്ളോഗൊന്നും ചെയ്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് പനി പിടിച്ചു. അപ്പം ഒരു 5 ദിവസം നമ്മൾ റെസ്റ്റ് എടുക്കുമായിരുന്നു. ഇപ്പോഴും നമ്മുടെ സൗണ്ട് ഒന്നും വിചാരിക്കില്ല കേട്ടോ. പനി നമ്മൾ സൗണ്ടൊന്നും മാറിയിട്ടില്ല, തിരിച്ച് വന്നിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മുടെ വ്ളോഗ് കാര്യങ്ങളൊന്നും ഇല്ലാഞ്ഞ്. അപ്പോൾ ഞാൻ താണ്ട നമ്മുടെ മുടി ഭയങ്കര ചൂടാണ് കേട്ടോ. അപ്പോൾ മുടി ഞാൻ എന്തായാലും പനിയായ സമയത്ത് മുടി വെട്ടാൻ വേണ്ടി മുടി വെട്ടാടെ പോയതാണ്. ബാർബർ ഷോപ്പിൽ പോയപ്പോൾ അപ്പോൾ കട അടച്ചിട്ടേക്കുമായിരുന്നു. പിന്നെ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം വിചാരിച്ച് എനിക്ക് അപ്പം തന്നെ നടത്തണം കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ തന്നെ വീട്ടിൽ വന്നിട്ട് സ്വന്തമായിട്ട് ട്രിമ്മർ എടുത്ത് വെട്ടിയതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ ട്രിമ്മർ വെച്ച് വെട്ടിയപ്പോൾ അബദ്ധം പറ്റിയാണ്. അങ്ങനെ നല്ല ഞാൻ പുതിയൊരു സ്റ്റൈൽ പിടിക്കാമെന്ന് വിചാരിച്ച് മുട്ട പഠിക്കാമെന്ന് തന്നെ വിചാരിച്ചോട്ടോ. ചൂടായണ്ടേ കുറച്ച് ലൈറ്റായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച്. അതുകൊണ്ട് മുടിയെല്ലാം കളഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല ആശ്വാസമുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെയായിരുന്നു വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം. അതാണ്ട് ഇവിടെ ഒരു നൈസ് ലൊക്കേഷനിലോട്ട് തിരിച്ച് പോകുന്ന വഴി നിർത്തി കേട്ടോ. ചൂട് ഇവിടെ മൊത്തം മരങ്ങളാണ്, അടിപൊളി. അതുകൊണ്ട് നല്ല തണലുണ്ട് ഇത്ര ഏറിയ കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് തന്നെ നേരെ നമ്മൾ പോവാ ഫുഡ് കൊടുക്കാൻ. അപ്പോൾ ഓർഡർ ക്യാൻസൽ ചെയ്ത് തന്നെ നമ്മൾ എന്തോ ചെയ്യേണ്ടതെന്നപ്പം ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇത് നമ്മളിവിടെ കൊടുക്കണം, പക്ഷേ അതിൻ്റെ പേയ്മെൻറ്റ് നമുക്ക് കിട്ടും കേട്ടോ. നമുക്ക് നഷ്ടമൊന്നുമില്ല ഫുഡ് ക്യാൻസലായാലും. നമ്മുടെ റീസൺ കൊണ്ടല്ല ക്യാൻസലാവുന്നതെങ്കിൽ. भैया वो लोकेशन रॉन्ग है, पासकोड है ना रिटर्न का. पैसा ഇല്ലല്ലേ പാസ്കോഡ് ആണ്. ഓർഡർ ക്യാൻസൽഡ് ആഫ്റ്റർ പിക്കപ്പ് പോസിബിൾ ഫുൾ പേയ്മെൻറ്റ് യു വിൽ ഗെറ്റ്. അതെ എഴുതിയേക്കാം. 100% ലെസ് കമ്മീഷൻ. പാസ്കോഡ് 7299. ശരി, പാസ്കോഡ് കിട്ടിയിട്ടുണ്ട്. ഫുഡും തിരിച്ചു കൊടുത്തു. 7299. ഇപ്പോൾ അടുത്ത ഓർഡർ വെയിറ്റ് ചെയ്യാം. കേട്ടോ, ഇതുവരെ KFC ഇതുവരെ എത്ര ഒഴിഞ്ഞ് കണ്ടിട്ടില്ല. കാര്യം എന്താണെന്ന് അറിയാം, അത്രയ്ക്ക് ചൂടാണ് കേട്ടോ. ഇപ്പം 36 ഡിഗ്രി ചൂടാണ് ഇപ്പോൾ. പക്ഷേ ഫീൽസ് ലൈക്ക് 40 ആണ് കേട്ടോ. 40 ചൂടുണ്ട്, അനുഭവമുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒറ്റ മനുഷ്യൻ പുറത്തിറങ്ങിയിട്ടില്ല. റെസ്റ്റോറൻറ്റ് ഇതുവരെ കാലിയായിട്ട് കണ്ടിട്ടില്ല കേട്ടോ KFC. എന്തായാലും വേഗം ഓർഡർ വയ്ക്കുക. ചൂട് ചൂട്. പണ്ടത്തെ പോലെ ആൾക്കാർ ഈ സമയത്ത് ഇറങ്ങുന്നില്ല കേട്ടോ. പൊന്നോ, സൂര്യൻ കത്തി ചെടിക്കുക. സൂര്യൻ ചൂട്, ഭയങ്കര ചൂട്.
ഇടിച്ചേനെ പൊട്ടന്മാർ. ഈ വണ്ടി ആ ടെസ്റ്റിന് കൊണ്ടുപോകാൻ നമ്പർ പ്ലേറ്റും ഇല്ല, ബ്രേക്ക് ലൈറ്റും ഇല്ല. അതിൻ്റെ ഫ്രണ്ടിൽ വന്ന വണ്ടി കയറി ഒറ്റപ്പെടുത്താം. ഇങ്ങേരെന്ത് കാണിക്കുന്നേ, വട്ടനാണ്. ഇയാൾ തന്നെയാണോ ഇനി ചവിട്ടിയത്? ഇതിനെയൊക്കെ എന്തോ ചെയ്യണം. ഇവിടാണല്ലോ ലൊക്കേഷൻ കാണിക്കുന്നത്. മാളു അതല്ലയോ? താങ്ക് യു. നമ്മൾ ഡെലിവറി ചെയ്തിട്ടുണ്ട് സക്സസ്ഫുള്ളി 20 ചെറിയ ഓർഡറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ടോട്ടൽ ഏണിങ്സ് ഇപ്പം 226 കേട്ടോ. 7 ഓർഡറായി 2.5 മണിക്കൂർ. തരക്കേടില്ല. Later that same evening. സമയം എന്താ ഇപ്പോൾ 7:20 ആട്ടോ. അപ്പോൾ നമ്മുടെ വൈകിട്ടത്തെ ആദ്യത്തെ ഓർഡർ വന്നിട്ടുണ്ട്. രാജധാനി തന്നെ കേട്ടോ നമുക്ക് ആദ്യത്തെ ഓർഡർ കിട്ടിയത്. ആൾറെഡി ഇപ്പോൾ നമ്മൾ 230 രൂപ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് സീനില്ല. ഭയങ്കര ചൂട് കേട്ടോ. ചൂട് വയ്ക്കാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം ഉറക്കവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കടലക്കറി ചിക്കൻ ഫ്രൈ 68 ഒരു കടലക്കറി ചിക്കൻ ഫ്രൈ 68. ഓർഡർ കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒട്ടും സമയം കാണാനില്ല. ക്യാഷ് ഓൺ ഡെലിവറി ആണ് 208. നേരെ നമുക്ക് ലൊക്കേഷനിലോട്ട് പോകാം. എന്താണ്ട് അപ്പോൾ ഫൈനലി അങ്ങനെ നമ്മുടെ ഫുഡ് ഫസ്റ്റ് ഡെലിവറി കൊടുക്കാൻ ലൊക്കേഷൻ ഏകദേശം എത്താറായി കേട്ടോ. അപ്പോൾ നമ്മൾ നിൽക്കുന്ന പനവേലിയാണ്. ഇവിടെ ഫുൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, ലൈറ്റ് ഫോഗ് ഇട്ട് കാണിക്കാം. ഫുൾ ഇരുട്ടാണ് കേട്ടോ. ഈ ഏരിയ ഫുള്ള് നല്ല ഇരുട്ടാണ്, കണ്ടോ. ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കനാലാണ് കേട്ടോ. അപ്പോൾ റൈറ്റ് സൈഡിൽ കനാലിൽ വെള്ളം പൊങ്ങി കിടക്കുവാണല്ലോ. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഫുഡ് കൊടുക്കാനുള്ള ലൊക്കേഷൻ. ചേട്ടാ ഫുഡ് ഓർഡർ ചെയ്തായിരുന്നോ? അവിടെ ഉത്സവമായിരുന്നു കേട്ടോ, അതാ കുറേ ഇതില്ലേ ചേട്ടാ. 205 ഗൂഗിൾ പേ. $205. അടിപൊളി. ഡെലിവറി അടുത്ത ഓർഡർ വന്നല്ലോ. ബ്രോ ആനന്ദ് അല്ലേ? അവിടെ വണ്ടിയും ബ്ലോക്കും ഒക്കെ ആയിരുന്നു. ഞാൻ അവിടെ വിളിക്കാമെന്ന് വിചാരിച്ചു. ശരി ചേട്ടാ. Few moments later. ഇതെന്ത് പടാ അത്? 77-18-10. Alto. Don't act funny, you need my money. Don't come back, go keep that dummy. What you got, don't need that honey. Keep that dummy, keep that dummy. Don't act funny, you need my money. Don't come back, go keep that dummy. What you got, don't need that honey. Keep that dummy, keep that dummy. Iced tea chillin', sit back and recline. Keep bad vibes on your side of the line. Don't call my phone, yeah, I'm doing fine. Look at the time, run with the lime. What you got? I don't need, I don't want it. What I got? You know me, I'm a flaunt it. Who you got?
ഈ പുതിയൊരു പ്രോഡക്റ്റ് കൊണ്ട് നിൽക്കുന്നത്. വേറെ നല്ല ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന അത്യാവശ്യം നല്ല ഇരുട്ടുള്ള ഏരിയയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്നെ കാണാൻ പറ്റത്തില്ല, ഞാൻ ആൾറെഡി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ലൈറ്റ് എന്തായാലും ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. കണ്ടോ ഇപ്പം വ്യത്യാസം കണ്ടോ ക്വാളിറ്റിയിൽ. അപ്പോൾ നമ്മൾ കൂടുതലും വ്ളോഗ് ചെയ്യുന്നതെല്ലാം നൈറ്റ് ആയിരിക്കും. അപ്പം നൈറ്റ് എന്തായാലും മാറ്റി നിർത്താൻ പറ്റത്തില്ല, നമുക്കത് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പറ്റുന്ന ലെവലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പുതിയ ലൈറ്റ് കൊണ്ടുവന്നേക്കുന്നത്. നൈറ്റ് വ്ളോഗിങ് കിടിലാക്കാൻ വേണ്ടിയിട്ടോ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കിടിലും വിഷ്വൽ ബ്യൂട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കതാണ് നമ്മുടെ ഈ ലൈറ്റ്. ഇപ്പോൾ ഈ കാണുന്ന ലൈറ്റിന് വേറെ പ്രത്യേകത ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ ഒന്നല്ല, ഇതിപ്പോൾ കിടക്കുന്ന ഏകദേശം 5% കേട്ടോ. ഇത് 100 വരെ പോകും. വെട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപാര വെട്ടമാണ്. ക്യാമറയ്ക്ക് ഉപയോഗിക്കുന്ന ഫ്ലാഷിനൊക്കെ വെട്ടമാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇത് ഒരുപാട് സെറ്റിങ്സ് ഉള്ള ലൈറ്റാണ്. വേറെ നല്ല ഇതിനകത്ത് കുറേ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് ഉണ്ട്, പ്രൊഫഷണൽ ആയിട്ടുള്ള കുറേ സെറ്റിങ്സ് ഉണ്ട്. വേറെ നല്ല കളർ, ടെമ്പറേച്ചർ മാറ്റാം, പെർസെൻറ്റേജ് നമുക്ക് ഇൻക്രീസ് ചെയ്യാം, വൈറ്റ് ബാലൻസ് ചെയ്യാം, അങ്ങനെ ഒരുപാട് സെറ്റപ്പ് ഉള്ള ലൈറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ഓർഡറിലോട്ട് പോകാം. വരുന്ന വഴി ഒരു ഓർഡർ വന്നല്ലോ. ഇതൊരു പട്ടിക്കുട്ടിയെ വണ്ടി ഇടിച്ച് കിടക്കുന്ന റോഡിൽ. അതിനെടുത്ത് സൈഡിലോട്ട് ഇടാം. കഷ്ടം, ജീവനുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഈ കട എന്തായാലും ഒരു കഷ്ണം പേപ്പർ വാങ്ങിക്കാം. ചേട്ടാ ഒരു കഷ്ണം പേപ്പർ തരുമോ? പേപ്പർ, ന്യൂസ് പേപ്പർ ഇച്ചിരി മതി. ആ പട്ടിയെ ഒന്ന് എടുത്തേ സൈഡിലോട്ടിടാൻ. റോഡിൽ വണ്ടി ഇടിച്ച് കിടക്കും. ചിലപ്പോൾ അതിൻ്റെ ജീവൻ കാണും. അയ്യോ, ജീവനുണ്ട്, കഷ്ടം. കടിക്കാൻ ചാൻസ് ഉണ്ട്. പോട്ടെ സാരല്ല. ചെയ്യാൻ പറ്റത്തില്ലല്ലേ, വെറ്റിനറി കൊണ്ടുപോയിട്ടും കാര്യമില്ല. ഇവിടെ വെറ്റിനറി ഉണ്ടോ? അവിടെ അല്ലേ അങ്ങ്, ഇനി അപ്പുറത്താ. അവിടെ ഇപ്പൊ കാണും ഇല്ലല്ലേ? ആ ശരി. എന്തായാലും ജീവനുണ്ട്. വേറെ വണ്ടി കണക്ക് കയറിയാലേ. ആ ഇല്ല നേരത്തെ ഇടിച്ചിടുന്നേ, ഞങ്ങൾ ഫയലിലിട്ടാലും ജീവനുണ്ട്. പോട്ടെ. ഓരോ കാഴ്ചകളാണ്. നമ്മൾ കുറച്ച് നേരത്തേക്ക് ഫ്രീസായി പോകും. വെള്ളമില്ലല്ലോ അതിന് കൊടുക്കാൻ. പക്ഷേ വെള്ളം കൂടെ കൊടുത്താലൊരു സമാധാനമില്ല. പക്ഷെ വെള്ളം വാങ്ങിച്ചു കൊടുക്കാൻ കഷ്ടം. പക്ഷെ ആ നേരം വെള്ളം കൊടുത്താൽ ഒരു വെള്ളം സാധാ ജീവനുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ സൈഡിലോട്ട് എടുത്തിട്ട്, അയ്യോ ചോര വരുന്നല്ലേ, കഷ്ടം. ചിലപ്പോൾ രക്ഷപ്പെട്ടാലോ? രക്ഷപ്പെടുവോ? കടിക്കുവോ? പാവം, വേദന. കുടിച്ചു. സാരമില്ല. പോട്ടെ സാരമില്ല. പോട്ടെ. മൂക്കി വെള്ളം കയറണ്ട, കഷ്ടം. കുടിക്കാൻ പാത്രം രക്ഷപ്പെട്ടാലോ? ആ ശ്വാസം എടുക്കുന്നുണ്ട്. രക്ഷപ്പെടും.
വണ്ടി കട്ടിയതാ. ഇരിക്കട്ടെ. കുടിച്ചോ. രക്ഷപ്പെടുവോ? ഓർഡർ. ഹലോ, ആ ചേട്ടാ, ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. പോട്ടെ, പേടിക്കണ്ട, രക്ഷപ്പെടും കേട്ടാ. പൈസ ഹോട്ട് കേക്ക്സ് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം ഓർഡർ പിക്ക് ചെയ്യാം. പാവം രക്ഷപ്പെടുമായിരിക്കും, എന്തായാലും ജീവൻ ഉണ്ടായിരുന്നു. വെള്ളം കുടിച്ചില്ലെങ്കിൽ ഇടുവത്തു. താങ്ക് യു. യെസ്, അപ്പോൾ ഞാൻ എന്താ KFC വയ്ക്കാം. എന്തായാലും വേഗം ഓർഡർ റെഡിയായോ നോക്കട്ടെ. ചേട്ടാ 12:36. 1 2 3. ER എവിടെ കേട്ടോ? ER അവിടെ നിന്നൊക്കെ ഇവിടെ നിന്നാ കാണാമോ? ആ, 1 2 3 YZ AEIOU 1 2 3 YZ അതിലെ എൻട്രൻസ് ഉണ്ടല്ലോ. 1 2 ആ, 3 താങ്ക് യു. IOEAZ 1 2 3 AEIOU 1 2 3 YZ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ വ്യൂവേഴ്സും അറിയാൻ വേണ്ടി പറയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിങ്ങൾ റോഡിൽ എവിടെയെങ്കിലും ഒരു ആക്സിഡൻറ്റോ എന്തെങ്കിലും കാണുവാണെങ്കിൽ ഒരു കാരണവശാലും മനുഷ്യനാണെങ്കിൽ വെള്ളം കൊടുക്കരുത് കേട്ടോ. വെള്ളം കൊടുക്കരുത്. നിങ്ങൾ നേരെ ആദ്യമേ ചെയ്യേണ്ടത് ഫസ്റ്റ് എത്രയും പെട്ടെന്ന് അടുത്ത ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ള 2 രീതികളാണ്. ഒന്ന് സിവിയർ ആയിട്ടുള്ള ഹെഡ് ഇഞ്ചുറി ആണെങ്കിൽ അവർക്ക് വെള്ളം കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവർ തല കമന്ന് കിടക്കുവാണെങ്കിൽ, ചരിഞ്ഞ് കിടക്കുവാണെങ്കിൽ അത് നൂത്ത് അവർ ഇരുത്താൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ കിടക്കുവാണെങ്കിൽ ഒരു സൈഡിലോട്ട് തല ചരിച്ച് കിടത്താൻ ശ്രമിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ രക്ഷിക്കാൻ പറ്റുന്ന ഒരു ജീവൻ നിങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റാതാവും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഇപ്പം ഞാൻ പട്ടിക്ക് എന്തിനാ വെള്ളം, പട്ടി എണ്ണീറ്റിരിക്കുമായിരുന്നു, തല റോഡിലിങ്ങനെ വെച്ച് കിടക്കുമായിരുന്നു കേട്ടോ, എണ്ണീറ്റിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ വെള്ളം സൈഡിൽ കൂടെ ഒഴിച്ചു കൊടുത്താൽ, അതായത് ഞാൻ മരിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ അതിന് അങ്ങനെ മരിക്കുന്നതിന് മുന്നേ കുറച്ച് വെള്ളം കൊടുക്കാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ദൈവഭാഗ്യം കൊണ്ട് അതെന്തായാലും എണ്ണീറ്റിരുന്നതിന് കുഴപ്പമൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നത്. കുറച്ച് കഴിയുമ്പം ഒക്കെ ആയിട്ട് പോവുമായിരിക്കും. നമ്മളെന്തറിയാൻ വേണ്ടി പറയാം കേട്ടോ. അപ്പം ആസ്പിറേഷനാണ് പറയുന്നത്. അപ്പം ബ്ലഡ് ആയാലും വാട്ടർ ആയാലും അത് അവർ ബ്രെയിനിലോട്ടോ അല്ലെങ്കിൽ ഉള്ളിലോട്ട് പോയി മരണം അതുവഴി തന്നെ സംഭവിക്കാൻ വളരെ ഹൈ ചാൻസാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ എന്തായാലും അത് ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും വണ്ടി ഇടിച്ച് ഇറക്കുക നിങ്ങൾ വെള്ളം കൊടുക്കാൻ ശ്രമിക്കരുത് കേട്ടോ. വെള്ളം കൊടുക്കുകയെന്ന് വെച്ചാൽ നമ്മൾ സാധാരിക്കുമ്പം വെള്ളം കുടിക്കുന്ന പോലല്ല. വെള്ളം കൊടുക്കുകയെന്നൊക്കെ നമ്മുടെ നോർമലി എല്ലാ ആൾക്കാരും ചെയ്തു വരുന്നത്. അങ്ങനെയാണ് ആൾക്കാർ ചിന്തിച്ച് വെച്ചേക്കുന്നത്. പെട്ടെന്ന് വെച്ച് വെള്ളം കൊടുക്കുകയെന്നുള്ളത്. അങ്ങനെ വെള്ളം കൊടുക്കേണ്ട ഒരു കാര്യമില്ല. വെള്ളം കൊടുത്തില്ലെങ്കിലും പറ്റത്തില്ല. പക്ഷേ വെള്ളം കൊടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ വലിയൊരു അപകട സാധ്യതയുണ്ട് കേട്ടോ. ആസ്പിറേഷൻ എന്നുള്ള പ്രശ്നമുണ്ട്. Eternity later. റെഡിയാ. ഗ്രീൻ ആപ്പിൾ 173. അയ്യോ, ചേഞ്ച് ഇല്ല കേട്ടോ. ആ, താങ്ക് യു.
ആരും കാണാനില്ലല്ലോ പുറത്തൊന്നും ടൗണിൽ. കൊട്ടാരക്കരയുള്ള പല റെസ്റ്റോറൻറ്റ്, കൊട്ടാരക്കര എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഈ റെസ്റ്റോറൻറ്റ് ബിസിനസ് നിങ്ങൾ എത്ര പുലിയാണെന്ന് പറഞ്ഞാലും പൈസയൊക്കെ എത്ര കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. അറിയാവുന്ന ഒരു റെസ്റ്റോറൻറ്റ് നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസും കഴിവും കാര്യങ്ങളും മാത്രമാണ്. ഒരു കാരണവശാലും നിങ്ങൾക്ക് അറിയാത്തൊരു പണിക്ക് ഇറങ്ങിയാലും റെസ്റ്റോറൻറ്റ് ബിസിനസ്സിലോട്ട് ഇറങ്ങിയത്. കൊട്ടാരക്കരയിലുള്ള എക്സാമ്പിൾ മാത്രം, കൊട്ടാരക്കരയൊന്നും അല്ല, എൻ്റെ അനുഭവത്തിൽ ഞാൻ ഒരുപാട് സ്ഥലത്ത് ഞാൻ ഇഷ്ടം പോലെ എക്സാമ്പിൾ ഞാൻ കണ്ട്, അതായത് ഇനാഗുറേഷൻ തൊട്ട് ഉദ്ഘാടനം തൊട്ട് അതിൻ്റെ അന്ത്യം വരെ, അന്ത്യം എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും അത് ക്ലോസ് ചെയ്യുന്നത് വരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. കാരണം ചുമ്മാ ആൾക്കാർ വെറുതെ ഓരോന്ന് ആവശ്യമില്ലാതെ കടം വാങ്ങിച്ചും അറിയാത്ത പണിക്കും അറിയുന്നവരാണ്, എത്ര പൈസ ഉള്ളവരാണെങ്കിൽ ഇറക്കുന്നതെങ്കിൽ പോലും പല റെസ്റ്റോറൻറ്റുകളും പൂട്ടിയിട്ടുണ്ട്. ഇപ്പം കൊട്ടാരക്കര തന്നെ കൺമുന്നിൽ ഇപ്പോൾ ഉണ്ടായിരുന്നതിൽ ഇപ്പം ഏകദേശം ഞാൻ കണ്ടതിൽ സ്വിഗ്ഗിയിലുള്ളതും ഇല്ലാത്തതായിട്ടുള്ള ഒരു 4 റെസ്റ്റോറൻറ്റ് ഇന്ന് ഫുൾ പൂട്ടിക്കെട്ടി ക്ലോസായി കേട്ടോ. നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്താണ് എന്തായാലും. Shall I have Swiggy 9298 order ID? Nine two nine eight order ID. ഏട്ടാ അയ്യോ കൊട്ടാരക്കര കുഴപ്പമില്ല. താങ്ക് യു ഏട്ടാ, താങ്ക് യു ഏട്ടാ, ഗുഡ് നൈറ്റ്. അടിപൊളി ഗൈസ്. അങ്ങനെ സമയം എന്താ 11:20 കേട്ടോ. ലാസ്റ്റ് ഓർഡറാണെന്ന് തോന്നുന്നു. എല്ലാവരും നമ്മൾ സക്സസ്ഫുള്ളി ഡെലിവറി ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഏണിങ്സ് എന്ന് പറയുന്നത് 62 കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഒരു എക്സാമ്പിൾ ടോട്ടൽ ഏണിങ്സ് ഞാൻ കാണിച്ചത് 50, 75, 100, 150, 200. ഇനി 300 കിട്ടുന്നത് 96 രൂപയുടെ ഏണിങ്സും വേണം പാറില്ല. ഇന്നത്തെ ദിവസം നമ്മൾ ടോട്ടൽ ഏണിങ്സ് 614 അതിൻ്റെ കൂടെ 200 കൊണ്ടുണ്ട്. അപ്പോൾ ഏകദേശം 814 രൂപയാണ് നമ്മുടെ ഏണിങ്സ്. പിന്നെ ഇപ്പം തന്നെ നമുക്കൊരു 50 ഈ ഓർഡറിന് ചേട്ടൻ 50 രൂപ കൈ ടിപ്പ് തന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത 300 കിട്ടിയില്ലെങ്കിലും നമുക്ക് നഷ്ടമൊന്നുമില്ല, വിഷമിക്കാനൊന്നുമില്ല, അല്ലെങ്കിൽ വിഷമമൊന്നുമില്ല. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ. 8:28 a.m.